കൊന്ത മാസത്തിൽ പരിസ്ഥിതി അമ്മയോട് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് എങ്ങനെ കൊന്ത ചെല്ലാം. നമ്മൾ ഓരോ രഹസ്യം ചെല്ലുമ്പോൾ അതിൻ്റെ അവസാനം ധ്യാനിക്കാം എന്നുണ്ട്. പക്ഷെ പല സമയങ്ങളും നമ്മൾ അശ്രദ്ധമായിട്ടാണ് കൊന്ത ചെല്ലുന്നത്. അപ്പോൾ നമുക്കത് ധ്യാനിച്ചുകൊണ്ട് ചെല്ലിയാലോ? ഇപ്പം സന്തോഷത്തിൻ്റെ ഒന്നാം രഹസ്യം, പരിശുദ്ധ മാതാവ് ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയിൽ അറിയിച്ചു എന്ന് ധ്യാനിക്കാം. അപ്പോൾ നമുക്കിത് ധ്യാനിച്ചുകൊണ്ട് കൊന്ത ചെല്ലാം. അപ്പോൾ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ അടുത്തോട്ട് ഗബ്രിയേൽ ദൂതൻ വരുന്നു, മംഗളവാർത്ത അറിയിക്കുന്നു. അതുപോലെ അമ്മ മാതാവ് അപ്പോൾ എന്തൊക്കെ ചിന്തകളായിരിക്കും അമ്മ മാതാവിൻ്റെ ഉള്ളിൽ. അയ്യോ, ഞാൻ അമ്മ പറയുന്നുണ്ട് ദൂതനോട്, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പിന്നെ അതിനുശേഷം അമ്മ മാതാവിനോട് ഗബ്രിയേൽ ദൂതൻ ഈ ദൂതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഒത്തിരി ടെൻഷൻ അമ്മ മാതാവ് അനുഭവിക്കുന്നുണ്ട് ആ സമയത്ത്. ഈ ഒരു സമയത്ത് ഇത് പുറത്താരെങ്കിലും അറിഞ്ഞാൽ എന്നെ കൊല്ലുമോ, അങ്ങനെയുള്ളൊരു ടെൻഷൻ. പക്ഷെ എന്നിരുന്നാൽ പോലും അമ്മ മാതാവ് പറയുന്നുണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, ഐ ആം റെഡി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മയെ മാതാവിൻ്റെ ഒരു വിശ്വാസത്തെ ധ്യാനിച്ചുകൊണ്ട് ഓരോ ജപമാലയിലും നമുക്ക് ചെല്ലാം. അങ്ങനെ അടുത്ത രഹസ്യം, അമ്മ മാതാവ് എലീശാമ്മനെ വിസിറ്റ് ചെയ്യുമ്പം എത്ര കഷ്ടപ്പെട്ടാണ് അവരാ നടന്നായിരിക്കില്ലേ പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരവസ്ഥകൾ യോസേപ്പിതാവും കൂടെ കാണും. അങ്ങനെ എലീശയുടെ അടുത്ത് ചെല്ലുമ്പം എലീശയുടെ ഉദരത്തിൽ കുഞ്ഞ് തുള്ളിച്ചാടുവാണ് അമ്മ മാതാവിൻ്റെ പ്രസൻസ് മൂലം. അങ്ങനെ ഓരോ രഹസ്യങ്ങളും നമ്മൾ ധ്യാനിച്ച് ചെല്ലുമ്പോഴല്ലോ, അതൊരു വല്ലാത്തൊരു സന്തോഷം, വല്ലാത്തൊരു ഫീലാണ്. നമുക്ക് അമ്മ മാതാവിൻ്റെ ഒപ്പം നമ്മൾ ചെല്ലുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചൊല്ലി പഠിക്കാം. കുറേ നിയോഗങ്ങൾ, നമ്മുടെ പേഴ്സണലായിട്ടുള്ള കുറേ നിയോഗങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതിൽ, അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലും, അതുപോലെ കുറേ കൊന്ത ചെല്ലുന്നതിലും ഇങ്ങനെ ആ ഓരോ ജപമണികളും ധ്യാനിച്ച് അമ്മയോട് ഇങ്ങനെ ഒട്ടിച്ചേർന്നിരുന്ന് എൻ്റെ അമ്മേ, നന്മ നിറഞ്ഞ മറിയമേ, എൻ്റെ അമ്മയെ സുസ്തി എന്ന് ചെല്ലാൻ നമുക്ക് നോക്കാം ഈ മാസങ്ങളിൽ. കർത്താവ് ഞങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.